എടാ ലഞ്ച് കാണുന്നില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാടാ. എന്താ ശ്വേത? മിസ്, നിലയുടെ ലഞ്ച് ബോക്സിൽ ഉണ്ടായിരുന്ന വെജ് ബിരിയാണി ആരും എടുത്ത് കഴിച്ചു. ഇപ്പൊ അവള് വിശന്നിരിക്ക. നില, വീട്ടിൽ നിന്ന് നിനക്ക് ലഞ്ച് തന്നു വിട്ടായിരുന്നോ? തന്നെ വിട്ടതാ മിസ്, പക്ഷെ ഇപ്പൊ കാണാനില്ല. കാണാനില്ലെന്നോ? എടാ, മിസ്സിനടുത്ത് പറഞ്ഞോണ്ടിരിക്കുക. കണ്ടില്ലേടാ, ഞാൻ പറഞ്ഞില്ലേ, മിസ്സിനെ വിളിച്ചു കൊച്ചു പിള്ളേരെ പോലെ കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കുക. ഉണ്ടപ്പുരി, നമ്മളിവിടെ വെജ് ബിരിയാണി മുഴുവൻ തീർത്തത് മിസ് അറിഞ്ഞ അടി കിട്ടില്ലേ? കുട്ടികളെ, നിലയുടെ ലഞ്ച് ആരെങ്കിലും കഴിച്ചായിരുന്നോ? നോ മിസ്. എടാ കവിനെ, ആ നിലയുടെ ലഞ്ച് ബോക്സിൽ ഉണ്ടായിരുന്ന ആ വെജ് ബിരിയാണി നമ്മളെ അടുത്ത് കഴിച്ചെന്ന് മിസ്സറ്റ് അറിഞ്ഞ നമ്മളെ ഒരു വഴിയാക്കൂടാ. കുറച്ചു നേരത്തേക്ക് ആ വായം തുറക്കല്ലേ, നീ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുമല്ലോ. എടാ ഞാൻ വിട്ടാലും മിസ് നമ്മളെ വിടുന്ന ലക്ഷണമില്ലടാ. നീ ഇപ്പം ഉണ്ടായിരുന്നല്ലേ ഒറ്റ ഇടി വെച്ചെറിഞ്ഞ്. വെജ് ബിരിയാണി എടുത്ത് കൊറേ വലിച്ചു വാരി കേറ്റിയില്ലേടാ, അന്നേരം അറിയില്ലായിരുന്നോ? അപ്പൊ ഉണ്ടായിരുന്ന വിശപ്പ് കൊണ്ടും വെജ് ബിരിയാണിയുടെ വിശപ്പ് കൊണ്ടും ബിരിയാണി മിസ് ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ മിസ് നമ്മളെ കണ്ടുപിടിച്ച എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലടാ. അതറിയാലോ, അപ്പൊ മിണ്ടാതിരിക്കി. ബിരിയാണി കണ്ടപ്പോ വാരി തിന്നാൻ ഒരു മടിയില്ലായിരുന്നല്ലോ. എടാ എങ്ങനെയെങ്കിലും മിസ്സിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ പറഞ്ഞതാടാ. എടാ ഉണ്ടപ്പുരി, ഒച്ച ഉണ്ടാക്കാതെ നീ കാഷ്വലായിട്ട് തക്കാളിച്ചോറ് കഴിച്ചതുപോലെ അഭിനയിക്ക്. സ്റ്റുഡൻസ്, ആരെങ്കിലും നിലയുടെ ലഞ്ച് ബോക്സ് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ? ഇല്ല മിസ്. കവിൻ, രാഹുൽ, ക്ലാസ്സിൽ കുസൃതി തരങ്ങൾ കാട്ടുന്നത് നിങ്ങൾ രണ്ടുപേരുവാ. നിങ്ങൾ എടുത്ത് കഴിച്ചായിരുന്നോ? ഇല്ല മിസ്, ഞങ്ങൾ എടുത്തിട്ടില്ല. നില, നീ ഇന്ന് ലഞ്ചിന് എന്താ കൊണ്ടുവന്നേ? മുത്തശ്ശി എനിക്ക് വേണ്ടി കൊറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു അത്. കള്ളത്തരം പറയില്ലെന്നില്ല, അതിൽ 2 ക്യാരറ്റും ഒരു ബീൻസ് ഉണ്ടായിരുന്നുള്ളൂ നില. വേറെ പച്ചക്കറി ഒന്നുമില്ല. മിസ്സിന് അറിയില്ലെന്ന് വെച്ച് കള്ളത്തരം പറയരുത്. ഈ ഉണ്ടപ്പുരി എല്ലാം പറഞ്ഞ് കൊളമാക്കിയല്ലോ. അപ്പൊ നീയാണ് എടുത്ത് കഴിച്ചല്ലേ? മിസ് 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 വേദനിക്കുന്നു മിസ്. മിസ് മിസ് വിട് മിസ്. എന്നാ സത്യം പറഞ്ഞോ? മിസ് എന്റെ ചെവി മാത്രമാണല്ലോ പിടിക്കുന്നത്. അതിന് നീയല്ലേ നിലയുടെ ലഞ്ച് എടുത്ത് കഴിച്ചേ? അപ്പൊ നിന്റെ കാതിലല്ലേ പിടിക്കണ്ടേ? എന്നാ മിസ് കവിന്റെ ചെവിയും കൂടെ പിടിച്ച് വേദനിപ്പിക്ക്. കാരണം എന്റെ കൂടെ ഇരുന്ന് അവനും കഴിച്ചതാ. ഈ ഉണ്ടപ്പുരി എന്നെ കൊടുക്കിയല്ലോ. നമസ്കാരം സാർ. എന്താ സാർ ഈ സമയത്ത് വന്നേ? അല്ല, എന്റെ മോന് ഞാൻ ലഞ്ച് കൊണ്ടുവന്നതാ. ഇങ്ങനെ തന്നേക്ക് സാർ, ഞാൻ കൊടുത്തേക്കാം. ഏയ് വേണോണ്ട, ഞാൻ നേരിട്ട് കൊടുക്കാൻ വേണ്ടിയാ ഇത്രയും ദൂരം വന്നതേ. ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ. ശരി സാറേ. നിങ്ങൾ രണ്ടുപേരുടെയും കുസൃതി തരങ്ങള് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും അറിയാതെ നിലയുടെ ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് കട്ടെടുത്ത് അത് കഴിച്ചിരിക്കുക രണ്ടുപേരും കൂടി. ഇത് എന്ത് വലിയ തെറ്റാന്നറിയോ? അവളിപ്പോ വിശന്നിരിക്കുകയല്ലേ, അത് നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? ഡാ, ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാ അവളുടെ ഫുഡ് എടുത്ത് കഴിച്ചേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ലഞ്ച് കൊടുത്ത് വിട്ടതല്ലേ, അതെടുത്ത് കഴിച്ചാ പോരായിരുന്നു? എനിക്ക് മാത്രമാണ് മിസ് എന്റെ വീട്ടിൽ നിന്ന് ലഞ്ച് ബാഗിൽ തന്നുവിട്ടത്. കവിന് തന്നുവിട്ടില്ല മിസ്. കവിന് വിശക്കൂന്ന് കരുതിയാ ഞാൻ നിലയുടെ ഫുഡ് എടുത്ത് അവനും കുറച്ച് എനിക്കും കുറച്ച്
അങ്ങനെ രണ്ടുപേര് ഷെയർ ചെയ്ത് കഴിച്ചു. എല്ലാ കാര്യവും തുറന്നു പറയാണല്ലോ. ഇങ്ങനെ ഓരോ റീസൺ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്തത് തെറ്റാ, മനസ്സിലായോ? ഡാ, കവിനെ എന്താടാ പുറത്തേക്കുന്നേ? എന്തു പറ്റി മാഡം? ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല. നില കൊണ്ടുവന്ന ലഞ്ച് എടുത്ത് അവൾ അറിയാതെ ഇവരെടുത്ത് കഴിച്ചു. എനിക്ക് വേണ്ടി ബിരിയാണി കൊണ്ടുവന്നതാ. എടാ കവിനെ എന്താടാ ഇതൊക്കെ? രാഹുല, എടാ നീയും കഴിച്ചു തല്ലേടാ. ഇത് കണ്ടില്ലേ സാർ, എപ്പോഴും എങ്ങനെയാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എടാ കവിനെ, നിനക്ക് വേണ്ടി ആശയുടെ അച്ഛൻ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലേ നീ നിന്റെ നിലയുടെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോയത്? അങ്കിള് വരാൻ കുറച്ച് ലേറ്റ് ആയില്ലേ? ഒരുപാട് വിശന്നു, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി കൊണ്ടുവരുന്നതിന്റെ ഉള്ളില് വെജ് ബിരിയാണി കഴിക്കാന്ന് വെച്ചത്. അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല മിസ്. നിനക്ക് വിശന്നാലും അത്ഭുതമില്ല. ഇപ്പൊ മാത്രമല്ല സർ, ഇവര് രണ്ടുപേരും എപ്പോ നോക്കിയാലും കുരുത്തക്കേടാ. ഇവൻ കാരണം അവനാണോ ചീത്തയാവുന്നേ അതോ അവൻ കാരണം ഇവനാണോ ചീത്തയാവുന്നേ എനിക്കറിയില്ല. ബിരിയാണി കഴിച്ചൊരു കുറ്റം. എന്താ കവിൻ പറഞ്ഞേ? അതൊന്നുമില്ല മിസ്. കൊറേ നാളായി നിലയുടെ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ട്, അതാ. ഇത് കണ്ടോ സർ, ഇവന്റെ സംസാരം നിങ്ങൾ കേട്ടില്ലേ? ഭയങ്കര വാചകടിയ ക്ലാസ്സിലിരുന്ന്. കവിനെ അങ്ങനെ സംസാരിക്കരുത് കേട്ടോ.